എൻ്റെ കുറേ പൈസ പോയി, ആരും ഇതിൽ പൈസ ഇടരുത്. നാളെ പൈസ പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും. എങ്ങനെ നിങ്ങളെ പൈസ നഷ്ടപ്പെടാതിരിക്കാം? ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് പല പല വീഡിയോസ് നമ്മൾ ചെയ്തു. എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റുകൾ പല രീതിയിൽ വരാറുണ്ട്. ചിലർക്ക് ആശ്വാസം, പൈസ അവരെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ചിലവർക്ക് സങ്കടം, അവരുടെ പൈസ പോയി എന്നുള്ളത്. ചിലവർ തെരുവിളിക്കാനും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരം വികാരങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് കമൻറ്റ് ബോക്സിൽ കാണുക. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴായിട്ട് പല റിക്വസ്റ്റും എനിക്ക് വരാറുണ്ട്. അതായത് ഇന്ന കോയിൻ റിവ്യൂ ചെയ്യാമോ, ഇന്ന ടോക്കൺ റിവ്യൂ ചെയ്യാമോ എന്ന്. എക്സാമ്പിൾ മെറ്റാഫിനിക്സ് റിവ്യൂ ചെയ്യാമോ, സ്വിസ് കോയിൻ റിവ്യൂ ചെയ്യാമോ, ട്രിവിയ റിവ്യൂ ചെയ്യാമോ, ലിറ്റ്മെക്സ് റിവ്യൂ ചെയ്യാമോ, കോയിൻ ഫോർജ് റിവ്യൂ ചെയ്യാമോ, അങ്ങനെ. അപ്പോൾ ഇതെല്ലാം റിവ്യൂ ചെയ്യുന്നത് എളുപ്പമാണെങ്കിലും ഇതൊരു വീഡിയോ ആക്കി ഇടാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണം, പിന്നെ അതുപോലെ ഓഡിയോ ആഡ് ചെയ്യണം, പിന്നെ അതുപോലെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാനിതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മേലെ ഒരു പ്രഷർ വരികയും, അതായത് പല ആൾക്കാരും വന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നു പറയും, നിങ്ങൾക്ക് പൈസ ഇടേണ്ടി വന്നാൽ പിന്നീട് നിങ്ങൾക്ക് പൈസ നഷ്ടമാവും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴായിട്ട് പല കോയിൻ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ വെച്ച് ഞാനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ AI ചാറ്റ് ബോട്ടിൽ, അത് ജെമിനി ആവട്ടെ, ChatGPT ആവട്ടെ, ക്ലോഡ് ആവട്ടെ, പെർപ്ലക്സിറ്റി ആവട്ടെ, ഏതോ ആവട്ടെ, നിങ്ങളതിൽ പേസ്റ്റ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് വെബ്സൈറ്റ് അഡ്രസ്സ്, വൈറ്റ് പേപ്പർ എന്നിവ. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് AI തന്നെ അതിൻ്റെ ഒരു റിവ്യൂ നടത്തിയിട്ട് റിസൾട്ട് തരുന്നതായിരിക്കും. വളരെ ഈസി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ പ്രോംപ്റ്റും തുടങ്ങാം. ആദ്യം ഇതാണ് പ്രോംപ്റ്റ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, ഇതാണ് പ്രോംപ്റ്റ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വലുതാണ്. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ കോപ്പി ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെമിനിയാണ്. ജെമിനിയിൽ ഞാനിത് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് എന്നോട് ആൾക്കാർ ചോദിച്ച, നമ്മുടെ വ്യൂവർ ഒരാൾ ചോദിച്ച ലിറ്റ്മെക്സ് എന്ന ഒരു കോയിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് അത് ലിറ്റ്മെക്സിനെ പറ്റി പോകാം. പ്രൊജക്ട് നെയിം എന്താണ്? ലിറ്റ്മെക്സ്. അപ്പോൾ നമ്മളോട് പ്രൊജക്ട് നെയിം കൊടുക്കുന്നത് ലിറ്റ്മെക്സ് എന്ന്. വെബ്സൈറ്റ് അഡ്രസ്സാണ്. വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഇതാണ് ഒരു വെബ്സൈറ്റ്, litmexexpressSale.com. അത് വേസ്റ്റ് ചെയ്തു. ഇനി വൈറ്റ് പേപ്പറാണ് ചോദിക്കുന്നത്. വൈറ്റ് പേപ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ URL നമ്മൾ കോപ്പി ചെയ്തു. എനിക്ക് തോന്നുന്നു ജെമിനിക്ക് ഇത് വൈറ്റ് പേപ്പർ ഡയറക്റ്റ് PDF റീഡ് ചെയ്യാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അപ്ലോഡും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ലിറ്റ്മെക്സ് വൈറ്റ് പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്തു. പിന്നീട് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആണ്. നമുക്കതൊന്നും അറിയില്ല. സോ അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ദോസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 ഡീറ്റെയിൽസ്. അതായത് പേരെന്താണ്, വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, വൈറ്റ് പേപ്പർ എന്താണ്, എത്രയും കൊടുത്താൽ മതി. ബാക്കി നമ്മൾ പോകുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ദെൻ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് സമ്മറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു പോവാം. ലിറ്റ്മെക്സ് റിപ്പോർട്ട് കാർഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഓരോ പ്രൊജക്റ്റിൻ്റെയും 3 സ്ട്രെങ്ത്തും 3 റെഡ് ഫ്ലാഗ് പറയണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലിസിറ്റായി പറഞ്ഞുകൊണ്ടാണ് അത് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് 3 പറയുന്നത്. ഇനി നമുക്ക് റെഡ് ഫ്ലാഗ്സ് നോക്കാം. അതായത് ഇത് ഏത് ടീമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ടോട്ടലി അനോണിമസ് ആണ്. ഇതിൽ ഒരു ക്രെഡിറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ
ഇത് ആര് ചെയ്തതാണെന്നോ അതിൻ്റെ ഒരു ലിങ്കോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഇത് പറയുന്നത് അവർ KYC ഫ്രീ ആയിട്ട് ചെയ്യുന്നവർ, KYC ഫ്രീ ആയിട്ട് ഗാംബ്ലിങ്ങോ സ്ലോട്ട്സോ ഒന്നും ഒരിക്കലും ചെയ്യാൻ ഒരു സ്ഥലത്തും അനുമതിയില്ല. പിന്നെ അതുപോലെ തന്നെ അവർ അത് US ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് എന്നൊരു ടോക്കണായിട്ട് കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതും ഒരു നമ്മളെ ഇത് ട്രംപുമായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഈ ട്രംപ് എന്നുള്ള കോയിൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡൊണാൾഡ് ട്രംപ് റിലീസ് ചെയ്ത കോയിനാണ്. ഇതായിട്ട് യാതൊരു ബന്ധമില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇത് എത്ര കോയിൻ ഉണ്ടെന്നുള്ളതൊന്നും വൈറ്റ് പേപ്പർ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്ട്രീം റിസ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ദിസ് ഷോസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈ ഹൈപ്പ്, ലോ ട്രാൻസ്പെറൻസി, Web3 pre-sale സ്കീം. അപ്പോൾ ഇതിൽ എ കോഷ്യസ് ഇൻവെസ്റ്റർ ഷുഡ് നോട്ട് കമ്മിറ്റ് ക്യാപിറ്റൽ അൺടിൽ ദേ ക്യാൻ തറോലി വെരിഫൈ. ബാക്കി കുറേ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങളുടെ അതിൽ പൈസ ഇടാവൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഇനിയൊരു കോയിൻ നോക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വ്യൂ കിട്ടുന്നത് നമ്മളെ കോയിനായ അല്ലെങ്കിൽ NFT, അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒന്നുകൂടെ നോക്കാൻ പോകുന്നത് ഫോർച്യൂൺ NFT ആണ്. അവരുടെ വെബ്സൈറ്റ് ഇതാണ്, fortunenft.world. വൈറ്റ് പേപ്പർ അതവർ കൊടുത്തിട്ടില്ല. പക്ഷേ ബ്രോഷർ എനിക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇതാണ് ആ പേപ്പർ, FNFT എന്നുള്ളതാണത്. ഇതാണ് ആ ബ്രോഷർ. നമുക്കപ്പോൾ അത് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അനലൈസ് ചെയ്യാം. നമുക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഇതൊന്നും നമുക്കൊന്നും അറിയില്ല. നമുക്കിനി ഇത് അനലൈസ് ചെയ്യാം. അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ റിസ്ക് ലെവൽ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, എക്സ്ട്രീം റിസ്ക് ആണെന്നുള്ളത്. ബാക്കി നമുക്ക് ഇതിൽ റെഡ് ഫ്ലാഗ് കാണാം, ഗ്യാരണ്ടീഡ് പോൺസി സ്റ്റൈൽ റിട്ടേൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് പ്രോമിസിങ് ഡെയിലി പേ ഔട്ട്സ് ഓഫ് 0.5 ഈസ് അൺസസ്റ്റൈനബിൾ ഫിനാൻഷ്യൽ മോഡൽ. അപ്പോൾ പോൺസി സ്കീമാണെന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല, അനലിസ്റ്റ് പറയുന്നതാണ്. പിന്നെ പ്രിഡേറ്ററി 15 ലെവൽ റെഫറൽ പിരമിഡ്. അപ്പോൾ ഇത് നടക്കുന്നത് പിരമിഡ് സ്കീമാണെന്നാണ് അത് പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ടീം ആൻഡ് ട്രാക്ക് ഇൻസെൻറ്റീവ്സ് ഇൻ എൻ അൺലിസ്റ്റഡ് ഒപ്പേക്ക് ടോക്കൺ MTHT വിത്ത് സീറോ പബ്ലിക് ടോക്കണോമിക്സ്, zero auditing, no stated total supply, and completely anonymous team leaves investors highly vulnerable to an exit rug pull or terminal devaluation. അപ്പോൾ ഇത് ടോട്ടലി ഒപ്പേക്ക് ആണെന്ന് പറയുന്നത്. ഒരു ട്രാൻസ്പെറൻസിയും കൊടുത്തിട്ടില്ല എന്താണ് അവരുടെ ടോക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ റേറ്റിംഗ് ദ എക്സ്ട്രീം റിസ്ക് എന്നാണ്. So see, this Fortune NFT displays almost all structural identifiers of an high yield affinity fraud disguised as an RWA Web3 platform. It is strongly advised to maintain extreme caution. അപ്പോൾ അതിൽ വെരിഫൈ ചെയ്യാൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ലാൻഡ് രജിസ്ട്രി, ഒരു സ്ഥലത്തിൻ്റെയൊക്കെ നോക്കാൻ, അത് നടക്കാത്ത കാര്യമാണ്.
സ്മാർട്ട് കോൺട്രാക്ട് കോഡ് വെരിഫിക്കേഷൻ. അപ്പോൾ അവരുടെ അടുത്ത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഗിറ്റ്ഹബിലുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അവരുടെ സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങിച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ പറയുന്നു. അതുപോലെ MTHT ട്രേഡർ ആണോ ട്രേഡിംഗ് ബോളിയൊക്കെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഇതിൽ അവർ 3 റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് മനസ്സിലാവും. 100% ഒരു പോൺസി സ്കീമിനുള്ള എല്ലാ ലക്ഷണവും ഉള്ളതാണ് ഈ ഫോർച്യൂൺ NFT എന്നുള്ളതാണ് ഈ അനലൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടോക്കണും ഇതിൽ അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടാണ് അത് അനലൈസ് ചെയ്യുക. ഇപ്പം ഞാൻ പൊതുവായിട്ട് കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമത് അത് വളരെയധികം ബസ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. രണ്ടാമത്തേത് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്നുണ്ടോ എന്നുള്ളത്. മൂന്നാമത്തത് നമ്മുടെ താഴെ ആൾക്കാരെ ചേർത്തണോ എന്നുള്ളത്. നാലാമത്തത് അവർ ഭയങ്കരമായിട്ട് സോഷ്യൽ പ്രൂഫ് വെച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വെച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇത്. അപ്പോൾ ഇത് പൊതുവേ എല്ലാ തട്ടിപ്പുകൾക്കുമുള്ള ഒരു സ്വഭാവമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത്. മേ ബി വേറൊരു തട്ടിപ്പ് ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രോംപ്റ്റിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാനുള്ളൊരു മെത്തേഡ് തന്നെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പോകുന്നതിന് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ AI യൂസ് ചെയ്യുമ്പോൾ വളരെയധികം എനർജി അതിൽ വേസ്റ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ എത്ര ലിറ്റർ വെള്ളം അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോയിനെ പറ്റിയിട്ടാണോ ക്വറി ഉള്ളത് ആ ക്വറി ഈ AIയിൽ പോസ്റ്റ് ചെയ്ത ശേഷം കിട്ടുന്ന റിസൾട്ട് അതിൻ്റെ അവസാന ഭാഗം മാത്രം, അതായത് ഫൈനൽ റിസൾട്ട് മാത്രം എന്താണെന്നുള്ളത് 3 റെഡ് ഫ്ലാഗ്സും പിന്നെ അവസാനം ഫൈനൽ വെടിയിട്ട് എന്താണെന്ന് മാത്രം കമൻറ്റിൽ പോസ്റ്റ് ചെയ്താൽ പിന്നീട് വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കമൻറ്റ് മാത്രം വായിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഒരേ ടോക്കൺ തന്നെ പല ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് സെർച്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്വറിക്ക് എന്ത് റിസൾട്ട് വന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.